ഇപ്രാവശ്യം മാത്യുട്ടിക്ക് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുന്നത്. കാരണം ഇതുവരെ തിരുവല്ലയിൽ എന്ത് നടന്നിട്ടുണ്ടോ, എന്ത് വികസനം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം മാത്യുട്ടി കൊണ്ടുവന്നത് മാത്രമാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റം, ഈ വികസനം തുടരണമെങ്കിൽ നമ്മുടെ മാത്യുട്ടി ജയിച്ചേ മതിയാവൂ. അതുകൊണ്ട് മാത്യുട്ടിക്ക് തന്നെയാണ് ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്നത്. എല്ലാ വിഭാഗത്തിനും ചേർത്ത് പിടിച്ച പിന്നെ എല്ലാ നമ്മുടെ പാലങ്ങൾ തന്നെ അകന്നു കിടന്ന ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളുണ്ടായി. ജനങ്ങൾ തുരുത്തുകൾ കഴിഞ്ഞ് ജനങ്ങളെ മുഴുവൻ ദേശീയധാരയിലേക്ക് കൊണ്ടുവരാൻ പിണറായിയുടെ ഗവൺമെൻറ്റിന് സാധിച്ചത്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ പ്രദേശങ്ങളും നിരവധി പാലങ്ങളും പിന്നെ റോഡുകളും ഉണ്ടായി. എല്ലാ പ്രദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബാക്കി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഈ സ്ഥാനാർത്ഥിയുടെ തലയെ കെട്ടിവെക്കുന്ന ചില പ്രസ്താവനകൾ ഇവിടെ സോഷ്യൽ മീഡിയകൾ വരുന്നുണ്ട്. അതെല്ലാം അതാത് പ്രദേശത്തെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയാണ് ഉത്തരവാദിത്തമാണ്. സ്റ്റേഡിയമാണേലും കുട്ടികളുടെ പിന്നെ സ്വിമ്മിംഗ് പൂള് പുഷ്പരിക്കടുത്തുള്ള അതാണേലും ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതൊന്നും MLA യുടെ ഉത്തരവാദിത്തമല്ല. MLA ദേശീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും MLA ജയിച്ചു വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ മാത്യു സാർ ജയിക്കും. നമുക്ക് ഇവിടെ ചെയ്ത ഒത്തിരി റോഡ് വികസനങ്ങളും ഒക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ജയിക്കാൻ 100% സാധ്യതയാണ്. ഞങ്ങളുടെ മാത്തൂര് ജയിക്കണമെന്നാണ്. വേറെ ആര് ജയിച്ചില്ലെങ്കിലും മാത്തൂര് തോമസ് ജയിക്കണം. ഞങ്ങളുടെ അഭിപ്രായം ജയിക്കും.